ഹലോ, പുറത്ത് പോകാനൊരു ഗെറ്റ് റെഡി വിത്ത് മീ ആവാം. ഫസ്റ്റ് ഞാനിവിടെ അക്ലോജിക്കയുടെ മോയ്സ്ചറൈസറാണ് എടുത്തിരിക്കുന്നത്. അതൊരു പമ്പ് എടുക്കുക. ഞെക്കിയിട്ട് വരുന്നില്ലായിരുന്നു. അതൊരു പമ്പ് എടുക്കുക, എന്നിട്ട് അതിന് ശേഷം സ്കിന്നിലോട്ട് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. കഴുത്തിലും അപ്ലൈ ചെയ്യുക. എന്നിട്ട് നന്നായിട്ട് നമ്മുടെ സ്കിന്നിലോട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണം. ഫുള്ള് ബ്ലെൻഡാക്കി എടുക്കുക. അത് കഴിഞ്ഞിട്ട് ഈ സമ്മറിൽ ഒരിക്കലും മിസ് ചെയ്യാൻ പറ്റാത്തൊരു ഐറ്റമാണ് സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുക. ഞാനിവിടെ അക്ലോജിക്കയുടെ തന്നെ സൺസ്ക്രീനാണ് എടുത്തേക്കുന്നത്. അതൊരു 2 ഫിംഗർ റൂൾ വെച്ചിട്ട് ഞാൻ എടുത്ത് ഡോട്ടായിട്ട് അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇത് അത്യാവശ്യം ഒരു നമുക്ക് അധികം നോൺ സ്റ്റിക്കി ആയിട്ടുള്ളൊരു സൺസ്ക്രീനാണ്. അതേപോലെ തന്നെ വൈറ്റ് കാസ്റ്റ് ഒന്നും തന്നെ തരത്തില്ല. അപ്പോൾ സമ്മർ സീസണിന് പറ്റിയൊരു സൺസ്ക്രീനാണിത്. അതെന്നിട്ട് നന്നായിട്ട് സ്കിന്നിലോട്ട് അപ്ലൈ ചെയ്ത് ബ്ലെൻഡ് ചെയ്തെടുക്കണം. നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുക. അത്രയേ ഉള്ളൂ സ്കിൻ കെയർ. ഇനിയും ഞാനിവിടെ ഒരു ഐബ്രോ പെൻസിൽ എടുത്തിട്ടുണ്ട്. എന്നിട്ട് എൻ്റെ ഐബ്രോസ് നന്നായിട്ടൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കറക്റ്റ് ചെറുതായിട്ടൊന്ന് ഞാൻ വരച്ച് കൊടുക്കുന്നുള്ളൂ. 2 ഐബ്രോസും ഒരേപോലെ തന്നെ ഷേപ്പ് ചെയ്തെടുക്കുക. എന്നിട്ടൊരു ബ്രഷോ സ്പൂലിയോ വെച്ച് അത് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. ബ്രഷ് വെച്ച് ചെയ്യുകയാണെങ്കിൽ അത് വൃത്തിയായിട്ടിരുന്നോളൂ. എന്നിട്ട് ഞാനൊരു മസ്കാര എടുത്തിട്ട് അപ്ലൈ ചെയ്യുന്നുണ്ട്. മസ്കാര 2 കണ്ണിലും അപ്ലൈ ചെയ്യുക. അടുത്ത ഞാൻ കണ്ണെഴുതാനായിട്ട് ഡാസ്ലറിൻ്റെ ഒരു ഐലൈനറാണ് എടുത്തേക്കുന്നത്. അത് വെച്ചിട്ട് ഒരു ചെറിയൊരു വിങ് പോലെയാണ് ഞാൻ ചെയ്യുന്നത്. എനിക്ക് വലുതായിട്ട് വേണ്ട. അപ്പോൾ ഞാൻ ആ ഐലൈനർ വെച്ച് ചെറിയൊരു വിങ് ഇങ്ങനെ വരച്ചു കൊടുത്തു. അതെന്നിട്ടൊന്ന് കൂട്ടി യോജിപ്പിച്ചെടുത്തു. ചെറിയൊരു വിങ് വരയ്ക്കാനാണ് ഉദ്ദേശിച്ചത്, പക്ഷെ എങ്ങനെയൊക്കെയോ സെറ്റായി. കുഴപ്പമില്ല. നെക്സ്റ്റ് സ്റ്റെപ്പ് ലിപ് ബാം അപ്ലൈ ചെയ്തു. ഡോട്ട് ആൻഡ് കീയുടെ ലിപ് ബാമാണ്. അത് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് ബ്ലഷ് ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്ന ഒരു ലിപ്സ്റ്റിക്കാണ്. ലിപ്സ്റ്റിക്ക് വെച്ച് ഞാൻ ബ്ലഷ് ഇട്ട് കൊടുത്തു, നന്നായിട്ട് ചുമന്നിരിക്കാൻ വേണ്ടിയിട്ട്. ബ്ലഷ് മൂക്കിലും അതേപോലെ തന്നെ കവിളിലും അപ്ലൈ ചെയ്ത് കൊടുത്തു. ലിപ്സ്റ്റിക്കിന് മുന്നേ എനിക്ക് ലിപ്പ് ലൈനർ യൂസ് ചെയ്യുന്നത് ഇഷ്ടമാണ്. അപ്പം ഞാനിവിടെ സ്വിസ് ബ്യൂട്ടിയുടെ ഒരു ലിപ്പ് ലൈനർ എടുത്തിട്ട് ലിപ്പ് നന്നായിട്ട് ലൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാരണം നമ്മൾ ലിപ്സ്റ്റിക്ക് ഇടുമ്പം എപ്പോഴും ഒരു ലിപ്പ് ലൈനർ വെച്ച് യൂസ് ചെയ്തിട്ട് ലിപ്സ്റ്റിക്ക് ഇടുവാണെങ്കിൽ നല്ല ഭംഗിയായിട്ട് ലിപ്സ് ഇരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ലിപ്പ് ലൈനർ യൂസ് ചെയ്യുന്നത്. ഇതൊരു മെറൂൺ ഷെയ്ഡ് എങ്ങാണ്ടമാണ്. അത് കഴിഞ്ഞ് നമ്മുടെ ഡാസ്ലറിൻ്റെ വയറലായ ലിപ്സ്റ്റിക്കാണ്. ഡാസ്ലർ C025 അങ്ങനെ എന്തോ ഒരു ഷെയ്ഡ്. അപ്പോൾ അതും കൂടെ അപ്ലൈ ചെയ്യുക. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഷെയ്ഡാണ്. അതുകൂടെ അപ്ലൈ ചെയ്യുക. എന്നിട്ട് നന്നായിട്ട് കുറച്ച് ഇട്ടാൽ മതി. ഒരുപാടായാലൊരു ഭയങ്കര കട്ടി പോലെ ഇരിക്കും. ആ ലിപ്സ്റ്റിക്ക് മാത്രം ഇട്ടാൽ എനിക്കെന്തോ ഭയങ്കര ബ്രൗൺ കളർ ഇങ്ങനെ എടുത്ത് നിൽക്കും. അപ്പം ഞാനതിന് പുറത്തൊരു റെഡ് ലിപ്സ്റ്റിക്ക് കൊണ്ടൊന്ന് ടോപ്പ് ചെയ്യും. സാധാരണ അങ്ങനെ ചെയ്യും, കാരണം എനിക്കൊരു റെഡിഷ് ബ്രൗൺ കളർ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാനത് ആ റെഡ് കളർ വെച്ച് ടോപ്പ് ചെയ്യും. അത്രേ ഉള്ളൂ.